അമേരിക്ക ലോകരാജ്യങ്ങൾ മുഴുവൻ താരിഫിൽ അമർത്താനായി ശ്രമിക്കുമ്പോൾ, ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാനായി ശ്രമിക്കുമ്പോൾ നരേന്ദ്രമോദി ലോക പര്യടനത്തിലാണ്. അദ്ദേഹം ഇപ്പോൾ ചൈനയിലാണുള്ളത്. നേരത്തെ ജപ്പാനിലായിരുന്നു. ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ജപ്പാനും ചൈനയും ബദ്ധവൈരികളാണ് എന്നുള്ളതാണ്. ഇവിടെ നിന്നും നരേന്ദ്രമോദി ചൈനയിലേക്ക് എത്തി പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു. എന്നാൽ ഒരു സ്ഥലത്ത് നരേന്ദ്രമോദി ലോകം ചുറ്റുമ്പോൾ പൊടിപാറുന്ന അടിയാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ എടുത്തു കാണേണ്ട ഒരു വസ്തുത. ഡൊണാൾഡ് ട്രംപിന് ഇത് കൂടുതൽ തലവേദന സൃഷ്ടിക്കുകയാണ്. ഒന്ന് റഷ്യ, മറ്റൊന്ന് ഇസ്രായേലാണ് ഈ രണ്ട് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് വെള്ളിയാഴ്ച രാത്രി മുതൽ ശനിയാഴ്ച രാവിലെ വരെ തെക്കൻ യുക്രൈനിൽ റഷ്യ ഡ്രോണുകളുടെ ഒരു മഴ തന്നെ പെയ്ച്ചിരിക്കുന്നു എന്നാണ്. മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നു. ഇതിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പ്രാദേശിക ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ പ്രകാരം അവിടെയുള്ള ലോക്കൽ ടെലിവിഷനുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. 5 നില കെട്ടിടത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. 5 നിലകളുള്ള ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തെയാണ് ആക്രമണം ലക്ഷ്യമിട്ടത്. യുക്രൈനിയൻ വ്യോമസേനയുടെ കണക്കനുസരിച്ച് റഷ്യ വിക്ഷേപിച്ചത് 537 ഡ്രോണുകളാണ്. 45 മിസൈലുകൾ അതിൻ്റെ പുറകെ വന്നു. 510 ഡ്രോണുകളും 38 മിസൈലുകളും നിർജ്ജീവമാക്കിയെന്നാണ് യുക്രൈൻ പറയുന്നത്. 23 പേർ കൊല്ലപ്പെടുകയും യൂറോപ്യൻ യൂണിയൻ ഓഫീസുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്ത കീവിലെ ആക്രമണത്തിന് 2 ദിവസത്തിന് ശേഷമാണ് ഈ ആക്രമണം നടക്കുന്നത്. റഷ്യൻ എണ്ണ ശുദ്ധീകരണ പ്ലാന്റുകൾക്ക് നേരെ യുക്രൈൻ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ക്രിമിയയ്ക്കടുത്തുള്ള ക്ലാസ്നോഡർ, സമാറ മേഖലകളിലെ 2 എണ്ണ ശുദ്ധീകരണ പ്ലാന്റുകൾ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും രാത്രിയിൽ ലക്ഷ്യമിട്ടതായി യുക്രൈൻ്റെ ജനറൽ സ്റ്റാഫ് ശനിയാഴ്ച പറഞ്ഞു. കാരണം ഈ പ്ലാന്റുകൾ റഷ്യയ്ക്ക് യുദ്ധത്തിന് പണം നൽകുന്നുവെന്നാണ് അവർ പറയുന്നത്. ശനിയാഴ്ച റഷ്യൻ നഗരമായിട്ടുള്ള ക്രാസ്നോഡറിലെ ഒരു എണ്ണ ശുദ്ധീകരണശാലയിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ മൂലമുണ്ടായ തീപിടുത്തമുണ്ടായി. പ്ലാന്റിന് വാർഷിക ശുദ്ധീകരണ ശേഷി 3 ലക്ഷം ടണ്ണാണ്. യുക്രൈനിലെ ജനറൽ സ്റ്റാഫ് പറയുന്നതനുസരിച്ച് സമരമേഖലകളിലെ സിസ്രാൻ എണ്ണ ശുദ്ധീകരണശാലയിലും മറ്റൊരു ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഗാസയെ യുദ്ധമേഖലയായി പ്രഖ്യാപിച്ച ശേഷം ഇസ്രായേൽ ഇപ്പോൾ ഹമാസിനെതിരായിട്ടുള്ള സൈനിക നീക്കം ശക്തമാക്കിയിരിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് ആളുകളെ തെക്കോട്ട് ഒഴിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ വടക്കൻ ഗാസയിലേക്കുള്ള മാനുഷിക സഹായം ഇസ്രായേൽ ഉടൻ നിർത്തുകയോ കുറയ്ക്കുകയോ ചെയ്യുമെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. കൂടാതെ ഗാസ സിറ്റിയിലെ വ്യോമാക്രമണങ്ങൾ നിർത്തുകയും വെള്ളിയാഴ്ച ഒരു ദിവസത്തെ പോരാട്ടം അവസാനിപ്പിച്ചതിന് ശേഷം ഇസ്രായേൽ ഗാസ സിറ്റിയെ ഹമാസിന്റെ ശക്തി കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം വരുന്നു. ഗാസ സിറ്റിയിൽ പട്ടിണി അതീവ രൂക്ഷമാണ് എന്നും ഇതിനോടകം റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.